ഇന്നലെ രാത്രി മുതൽ വൈറലാവുന്ന ഒരു ഓഡിയോ സന്ദേശമുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെതാണ്. അതായത് ന്യൂഡൽഹിയിൽ നടന്ന ചരിത്രപരമായ ഒരു ഫോൺ കോളായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ US എംബസി സംഘടിപ്പിച്ച പ്രത്യേക ചടങ്ങിൽ നാടകീയമായ ചില സംഭവങ്ങൾ അരങ്ങേറി. ഇന്ത്യയിലെ പുതിയ US അംബാസിഡർ ആയിട്ടുള്ള സെർജിയോ ഗോറ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഫോൺ കോളിന് വഴിയൊരുക്കുകയാണ്. അതായത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടാണ് ആ ഒരു ഫോൺ കോളിൽ അദ്ദേഹം സംസാരിക്കുന്നത്. ചടങ്ങിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഉന്നതതല നയതന്ത്ര പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, മാർക്കോ റൂബിയോ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹം ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് ഇന്ത്യയിൽ എത്തിയതാണ്. സെർജിയോ ഗോർ അദ്ദേഹമാണ് അംബാസിഡർ. നമ്മുടെ പ്രശസ്ത സംഗീതജ്ഞനായിട്ടുള്ള AR റഹ്മാന്റെ സംഗീത വിരുന്നടക്കം നടക്കുന്ന വലിയ ആഘോഷങ്ങൾക്കിടയിൽ അംബാസിഡർ ആയിട്ടുള്ള സെർജിയോ ഗോർ സദസ്സിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ലൈവായിട്ട് ഫോണിൽ ബന്ധപ്പെടുകയാണ്. തുടർന്ന് അംബാസിഡർ തന്റെ ഫോൺ വേദിയിലെ മൈക്രോഫോണിനോട് ചേർത്ത് പിടിക്കുകയും ട്രംപിന്റെ ശബ്ദം ഭാരത് മണ്ഡപത്തിലെ ഹാൾ മുഴുവൻ തത്സമയം മുഴങ്ങുകയും ചെയ്യുന്നു. ഇവിടെ ഉണ്ടായിരുന്ന നൂറുകണക്കിന് അതിഥികൾ വലിയ ആവേശത്തോടെയാണ് അത് കേട്ടുകൊണ്ടിരുന്നത്. ഫോൺ കോളിലൂടെ ട്രംപ് ഇന്ത്യയോടുള്ള തന്റെ താല്പര്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള സൗഹൃദവും പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഐ ലവ് ദ പ്രൈം മിനിസ്റ്റർ. മോഡി ഈസ് ഗ്രേറ്റ്. ഹീസ് മൈ ഫ്രണ്ട്. ഐ ആം എ ബിഗ് ഫാൻ ഓഫ് പ്രൈം മിനിസ്റ്റർ മോദി എന്നാണ് ട്രംപ് അവിടെ പറഞ്ഞത്. എനിക്ക് പ്രധാനമന്ത്രിയെ ഒരുപാട് ഇഷ്ടമാണ്. മോദി മികച്ച നേതാവാണ്. അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ ആരാധകനാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്. ഇന്ത്യക്ക് എന്താവശ്യം വന്നാലും അമേരിക്ക 100% ഒപ്പമുണ്ടാകുമെന്ന് ട്രംപ് ഉറപ്പ് നൽകി. എന്താവശ്യം വന്നാലും ആദ്യം തങ്ങളെ വിളിക്കണം എന്നും ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. US സമ്പദ് വ്യവസ്ഥയും സ്റ്റോക്ക് മാർക്കറ്റും റെക്കോർഡ് നേട്ടങ്ങളിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ട്രംപ് പറഞ്ഞു. ചടങ്ങിൽ പങ്കെടുക്കുന്ന US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്റ്റേറ്റ് സെക്രട്ടറിമാരിൽ ഒരാളായിട്ട് ട്രംപ് വിശേഷിപ്പിച്ചു. സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി മോദിയെ നേരിൽ കാണുമ്പോൾ തന്റെ പ്രത്യേക അന്വേഷണങ്ങൾ അറിയിക്കണമെന്നും താൻ അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധകനാണെന്ന് ഓർമ്മിപ്പിക്കണമെന്നും ട്രംപ് അംബാസിഡറോട് ആവശ്യപ്പെട്ടു. ഇതൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ട്രംപിന്റെ കോളിന് ശേഷം സംസാരിച്ച അംബാസിഡർ ട്രംപും മോദിയും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവച്ചു. ഞാനും പ്രസിഡന്റ് ട്രംപും സംസാരിക്കുന്ന ഓരോ തവണയും അദ്ദേഹം ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്ന് എന്റെ സുഹൃത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുഖമായിരിക്കുന്നോ എന്നാണ്. ഇത് വെറും ഒരു ഔദ്യോഗിക ബന്ധമല്ല, വർഷങ്ങളായി രൂപപ്പെട്ട ശക്തമായ ഒരു വ്യക്തിബന്ധമാണ്. ഇന്ത്യയിലെ US എംബസി വഴി വലിയ നിക്ഷേപങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറുകൾ വൈകാതെ ഒപ്പുവെക്കുമെന്നും ഇന്ത്യയിലെ അംബാസിഡർ വ്യക്തമാക്കി. നയതന്ത്ര ചർച്ചകൾക്ക് പുറമെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ജന്മദിനാഘോഷവും പ്രശസ്ത അമേരിക്കൻ ബാൻഡായിട്ടുള്ള വില്ലേജ് പീപ്പിളിന്റെ സംഗീത പരിപാടിയും ഈ ചടങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ നടന്നു. ഗംഭീരമായ ആഘോഷമായിരുന്നു അവിടെ നടന്നത്. ഇതിനിടയിൽ വലിയ ചർച്ചയാവുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് ട്രംപ് പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. ആഗോള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്ന ചില വലിയ നീക്കങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശിച്ചത് അതിൽ പ്രധാനമാണ്. മാർക്കോ റൂബിയോയുടെ ഇപ്പോഴത്തെ ഇന്ത്യ സന്ദർശനം അതിലേറെ പ്രധാനപ്പെട്ടതാണ്. ട്രംപിന്റെ മോദി ഭക്തി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. പ്രസിഡന്റ് ട്രംപ് ചൈനയിലേക്ക് പോയ സമയത്ത് ഷീ ജിൻപിങ് മുഖത്ത് നോക്കി പറഞ്ഞു, അമേരിക്ക ഒരു ഡിക്ലൈനിങ് പവർ ആണ്. എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് പഴയ ശക്തിയൊന്നുമില്ല. അമേരിക്കൻ സാമ്രാജ്യം പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ചൈനയുമായിട്ട് ഒരു ഏറ്റുമുട്ടലിൽ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ചൈന പറഞ്ഞത്. എന്ന് വെച്ചാൽ ചൈന ഒരു പുതിയ ശക്തിയായി വളരുന്നുവെന്നും അമേരിക്ക, നിലവിലെ ശക്തിയായ അമേരിക്ക, അവരുടെ ആ ഒരു പ്രതാപകാലം കഴിഞ്ഞ് അസ്തമയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ട്രംപിനോട് മുഖത്ത് നോക്കിയാണ് ഷീ ജിൻപിങ് പറഞ്ഞത്. ഷീ ജിൻപിങ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന് മാത്രമല്ല, അതൊരു പരമമായ യാഥാർത്ഥ്യവുമാണ്. എന്ന് മാത്രമല്ല, ചൈന ഇതിനോടകം പല മേഖലയിലും അമേരിക്കയെ പിന്നിലാക്കിയിട്ടുമുണ്ട്. വളരെ ക്രിട്ടിക്കലായ ചില ടെക്നോളജിയുടെ കാര്യത്തിൽ ചൈനയേക്കാൾ അമേരിക്ക വളരെ മുന്നിൽ തന്നെയാണ്. സ്പേസിന്റെ കാര്യത്തിലാണെങ്കിലും AI ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും ചൈനയേക്കാൾ അമേരിക്ക മുന്നിലാണ്. പക്ഷേ എക്കണോമിക്കലി നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പൊട്ടൻഷ്യൽ വെച്ച് നമ്മൾ വിലയിരുത്തിയാൽ അമേരിക്കയ്ക്ക് ഇനി ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുള്ള ഒരു ശേഷിയില്ല. അത് ഒരു വൃദ്ധനായിക്കൊണ്ടിരിക്കുന്ന മധ്യവയസ്കനിൽ നിന്ന്
വാർദ്ധക്യത്തിലേക്ക് കടക്കാൻ തുടങ്ങുന്ന ഒരു ഘട്ടത്തിലാണ്. എന്നാൽ ചൈനയാകട്ടെ അവരുടെ യൗവനത്തിന്റെ പാരമ്യതയിൽ എത്തി നിൽക്കുകയാണ്, ഇന്ത്യ കൗമാരത്തിലുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നമുക്ക് ഈ രാജ്യങ്ങളെ വിലയിരുത്താം. അമേരിക്ക സ്റ്റിൽ ഒരു വലിയ പവറാണ്, പക്ഷെ അമേരിക്കയ്ക്ക് ഒരുപാട് കാലം അങ്ങനെ നിലനിൽക്കാൻ കഴിയില്ല. പതിയെ പതിയെ ചൈന അമേരിക്കയുടെ മുകളിലേക്ക് പോകും. ഇന്ത്യ ആകട്ടെ, ഇന്ത്യ കൗമാരത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് നമുക്ക് നേടാനുണ്ട്. പതിയെ പതിയെ നമുക്ക് അമേരിക്കയും പുറകിലാക്കാൻ കഴിയും. ഒരു 30 വർഷം കൊണ്ട് ചൈനയെയും പുറകിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു മേഖലയിലെ മുന്നേറ്റത്തെ കുറിച്ചല്ല, പൂർണ്ണമായ ആധിപത്യം. അമേരിക്കയെ മറികടന്ന് ചൈന ഒരു ലോകശക്തിയായിട്ട് മാറുന്നു. അമേരിക്കയെ മറികടന്ന് ഇന്ത്യ രണ്ടാമത്തെ ലോകശക്തിയായിട്ട് മാറുന്നു. പിന്നീട് ചൈനയെ മറികടന്ന് ഒരു ലോകശക്തിയായിട്ട് മാറാനുള്ള പൊട്ടൻഷ്യൽ ഇന്ന് ഈ ഭൂമിയിലുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്ക് മാത്രമാണ് ഉള്ളത്. അതായത് ചൈനയെ മറികടക്കാൻ വേറെ ഒരു രാജ്യത്തിനും നിലവിൽ സൈനികമായോ സാമ്പത്തികമായോ ജനസംഖ്യാ ബലം കൊണ്ടോ രാജ്യത്തിന്റെ വലുപ്പം കൊണ്ടോ ശേഷിയില്ല. അപ്പൊ ഇന്ത്യക്ക് മാത്രമാണ് ആ പൊട്ടൻഷ്യൽ ഉള്ളത്. പലരും ചിന്തിക്കും ഇതെന്താണ് എല്ലാവരും ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന്. അതിന്റെ കാരണം ഇതാണ്. ഇന്ന് ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്ക 35 കോടിയിൽ താഴെ ജനസംഖ്യയുള്ള രാജ്യമാണ്. അമേരിക്കയുടെ വലിപ്പം ഇന്ത്യയുടെ 3 ഇരട്ടിയുമുണ്ട്. അടുത്ത ലോകത്തെ മുൻനിരയിലേക്ക് വരാൻ പോകുന്ന ചൈന 140 കോടി ജനങ്ങളുള്ള രാജ്യമാണ്. ഏതാണ്ട് അമേരിക്കയുടെ തന്നെ വലിപ്പവുമുണ്ട്. ഇവിടെ ഇന്ത്യ പോപ്പുലേഷന്റെ കാര്യത്തിൽ ചൈനയെ മറികടന്നിട്ടുണ്ട്. വലിപ്പത്തിൽ ചൈനയുടെ അമേരിക്കയുടെ അത്ര ഇല്ല എങ്കിലും വലിയ രാജ്യം തന്നെയാണ് ഇന്ത്യ. ലോകത്തെ 7ാമത്തെ വലിയ രാജ്യമാണ് വലിപ്പം കൊണ്ട്, ലാൻഡ് ഏരിയ കൊണ്ട് അല്ലെങ്കിൽ ഭൂവിസ്തൃതി കൊണ്ട് 7ാം സ്ഥാനത്താണ് ഇന്ത്യ. സോ ആ 7ാം സ്ഥാനത്തുള്ള ഇന്ത്യ പോപ്പുലേഷന്റെ കാര്യത്തിൽ 1ാമതുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു രാജ്യമെന്ന നിലയ്ക്ക് ഏറ്റവും അധികം പൊട്ടൻഷ്യൽ കൽപ്പിക്കപ്പെടുന്നത് ഇന്ത്യക്കാണ്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സത്യത്തിൽ തടയാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ അമേരിക്ക മുന്നിലുണ്ട്. അത് അമേരിക്കയുടെ ഭയമാണ്. 2ാം സ്ഥാനം പിന്നെ സഹിക്കും, 3ാമത് പോകുന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പൊ തന്നെ ഇന്ത്യ ഓൾറെഡി GDP പർച്ചേസ് ഫോർ പാരിറ്റിയിൽ 3ാമത് നിൽക്കുകയാണ്. വൈകാതെ അമേരിക്കയെ പുറകിലാക്കിയിട്ട് 2ാമതെത്തും. അത് അമേരിക്കയ്ക്ക് വലിയ ആഘാതം ഉണ്ടാക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. അമേരിക്ക 3ാമത് പോവാന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ വിഷയത്തെ കാണാൻ. ഈ ട്രംപിന്റെ ചൈന സന്ദർശനം എന്ന് പറയുന്നത് പൂർണ്ണമായി പരാജയമെന്ന് പറയാൻ കഴിയില്ല എങ്കിലും വിചാരിച്ചതുപോലെ അത്ര വിജയവുമല്ല. മെയ് പകുതിയോടെയാണ് ട്രംപ് ബീജിംഗിലെത്തി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായിട്ട് ചർച്ച നടത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ സാമ്പത്തിക കരാറുകളോ തർക്ക വിഷയങ്ങളായിട്ടുള്ള നികുതി, എൻവിഡിയ ചിപ്പ് കയറ്റുമതി എന്നിവയിൽ വലിയ പുരോഗതിയോ ഉണ്ടാക്കാൻ ഈ സന്ദർശനത്തിന് കഴിഞ്ഞില്ല. ഇതിനേക്കാൾ ചൈന ചെയ്ത മറ്റൊരു തന്ത്രമാണ് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായത്. ട്രംപ് ചൈന വിട്ട് തൊട്ടു പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനയിലെത്തി. ട്രംപിന് നൽകിയ അതേ രാജകീയ സ്വീകരണമാണ് ചൈന പുടിനും നൽകിയത്. എന്നാൽ ട്രംപിനെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ ചൈനയുടെ വൈസ് പ്രസിഡന്റ് മാത്രമാണ് വന്നതെങ്കിൽ പുടിനെ സ്വീകരിക്കാൻ പാർട്ടിയിലെ ഏറ്റവും ഉയർന്ന നേതാക്കളിൽ ഒരാളെയാണ് ചൈന വിട്ടത്. തങ്ങൾക്ക് അമേരിക്ക മാത്രമല്ല അതിനേക്കാൾ വിശ്വസിക്കാവുന്ന റഷ്യ എന്ന ശക്തനായ പങ്കാളി കൂടെയുണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ചൈന ഈ സന്ദർശനങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ വിദേശകാര്യ മന്ത്രിയാണ് മാർക്കോ റൂബിയോ. ചൈനയുമായുള്ള ചർച്ചകൾക്ക് ശേഷം അമേരിക്ക തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിട്ടുള്ള ഇന്ത്യയെ കൂടെ നിർത്താൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് റൂബിയോയുടെ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനം. അദ്ദേഹം കൊൽക്കത്ത, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിൽ സന്ദർശനം നടത്തുകയും പ്രധാനമന്ത്രി മോദിയുമായിട്ട് 1 മണിക്കൂറിലധികം നീണ്ട നിർണായക ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം പ്രധാനമായിട്ട് എത്തിയത്. ചൈനയുടെ ഏഷ്യയിലെ സ്വാധീനം ചെറുക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. അമേരിക്കയുടെ പാകിസ്ഥാൻ സ്നേഹവും ട്രംപിന്റെ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങളും ചൈനയോടുള്ള മൃദു സമീപനവും 50% താരിഫ് തന്നതും അമേരിക്ക ഇന്ത്യ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ട്. ഭരണകൂടങ്ങൾ തമ്മിൽ പെട്ടെന്ന് അടുത്താൽ പോലും ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിലുണ്ടായ മുറിവ് ഉണക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫാനാണ് താനെന്ന് തുറന്നു പറഞ്ഞ ട്രംപിന്റെ പ്രതികരണവും ഇന്ത്യയിൽ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നിരന്തരം സെർജിയോ ഗോറാണെങ്കിലും മാർക്കോ റൂബിയോ ആണെങ്കിലും വാചാലമാവുന്നതിന്റെ ഒക്കെ കാരണം ഇന്ത്യയിലെ യുവാക്കളുടെയും ജനങ്ങളുടെയും നഷ്ടപ്പെട്ടു പോയ അമേരിക്കയോടുള്ള ആ ഒരു വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പക്ഷെ അതത്ര എളുപ്പമല്ല എന്ന് വൈകാതെ പ്രസിഡന്റ് ട്രംപിന് മനസ്സിലായിക്കൊള്ളും. അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ നടന്ന ചടങ്ങിലേക്ക് ട്രംപ് ലൈവായിട്ട് ഫോൺ ചെയ്ത് മോദിയുടെ ആരാധകനാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതിന്റെ പുറകില് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. അതിൽ പ്രധാനം ചൈനയ്ക്കുള്ള മറുപടി കൂടിയാണത്. റഷ്യയും ചൈനയും കൈകോർക്കുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ശക്തിയായ ഇന്ത്യ പൂർണ്ണമായും തങ്ങൾക്കൊപ്പമാണ് എന്ന് ട്രംപിന് ലോകത്തെയും അദ്ദേഹത്തിന്റെ ആരാധകരെയും കാണിക്കണം. 2, ട്രംപ് മോദി കെമിസ്ട്രി വീണ്ടും പൊടി തട്ടിയെടുക്കാൻ കഴിയുമോ എന്നാണ് ട്രംപ് നോക്കുന്നത്. ട്രംപും മോദിയും തമ്മിൽ പണ്ട് മുതലേ വ്യക്തിപരമായ നല്ലൊരു സൗഹൃദമുണ്ട്. ആ ബന്ധം നയതന്ത്രപരമായിട്ട് ഉപയോഗിക്കാൻ ട്രംപ് താല്പര്യപ്പെടുന്നുണ്ട്.
നരേന്ദ്രമോദി ഇന്ത്യയുടെ മേൽ അമേരിക്ക താരിഫ് ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ നിന്ന സമയത്ത് എനിക്ക് വ്യക്തിപരമായ നഷ്ടങ്ങൾ ഉണ്ടായാലും പ്രശ്നമില്ല, ഇന്ത്യയുടെ നിലപാടുകൾ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്നു. ആ വ്യക്തിപരമായ നഷ്ടം എന്ന രീതിയിൽ മോദി പറഞ്ഞത് ചിലപ്പോൾ ട്രംപുമായിട്ടുള്ള സൗഹൃദം തന്നെയായിരിക്കാം. പക്ഷേ ട്രംപുമായുള്ള വ്യക്തിപരമായ ബന്ധത്തെക്കാൾ എനിക്ക് വലുത് എൻ്റെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളാണ് എന്ന് മോദി പറയുകയുണ്ടായി. ഇതിൽ നിന്ന് തന്നെ മോദി എത്രമാത്രം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ട്രംപ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയുമായിട്ട് ആ പഴയ സൗഹൃദം ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ്. ലോകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യങ്ങളുമായിട്ടും ട്രംപിന് ഇന്ന് ഒരു ബന്ധവുമുള്ളതായി കാണാൻ കഴിയില്ല. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ട്രംപ് ഒരു കാലത്തും തുല്യതയോടെ ഇടപെട്ടിട്ടേ ഇല്ല. എപ്പോഴും ട്രംപ് അവരോട് ബോസ് കളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ട്രംപിന് ആരോടും ഒരു സൗഹൃദമുള്ളതായി നമുക്ക് കാണാൻ കഴിയില്ല. ഇനി അതേ സമയത്ത് അമേരിക്കയുടെ എക്കാലത്തെയും പങ്കാളിയായിട്ടുള്ള കാനഡയുമായിട്ട് പോലും ട്രംപിന്റെ ബന്ധം വളരെ മോശമാണ്. പാകിസ്ഥാനെ ട്രംപ് കാണുന്നത് എൻ്റെ ഫേവറേറ്റ് ഫീൽഡ് മാർഷൽ അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെന്നുള്ള രീതിയിലാണ്. എന്ന് വെച്ചാൽ ട്രംപിന് വേണ്ടി പണിയെടുക്കുന്ന രണ്ട് ആൾക്കാരായിട്ട് മാത്രമാണ് ഈ പറയുന്ന രണ്ടുപേരെയും, പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററെ ആണെങ്കിലും അസിം മുനീറിനെ ആണെങ്കിലും കാണുന്നത്. എന്നാൽ ചൈനയുമായിട്ട് ശരിക്കും ട്രംപ് ഒരു സൗഹൃദം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ട്രംപ് വിചാരിച്ചത് ഷീ ജിൻപിങ്ങുമായിട്ട് നരേന്ദ്രമോദിയുമായിട്ട് ഉണ്ടാക്കിയതുപോലെ ഒരു സൗഹൃദം ഉണ്ടാക്കാമെന്നാണ്. പക്ഷേ ഷീ ജിൻപിങ്ങിന് അത് കഴിയില്ല. കാരണം ചൈനയുടെ നയതന്ത്രം ഡിഫറൻ്റ് ആണ്. ചൈനയ്ക്ക് റഷ്യയെയോ പുടിനെയോ പിണക്കിക്കൊണ്ട് മോദി ട്രംപുമായിട്ട് ഉണ്ടാക്കിയതുപോലെ ഒരു റിലേഷൻ ഉണ്ടാക്കാൻ കഴിയില്ല. പുടിനും റഷ്യയും അതിന് അനുവദിക്കുകയുമില്ല. ഇന്നത്തെ ചൈനയുടെ വളർച്ചയിൽ ടെക്നോളജി രംഗത്തുൾപ്പെടെ ചൈന കൈവരിച്ച പുരോഗതിയുടെ എല്ലാം കാരണങ്ങളിൽ പ്രധാന ഘടകം റഷ്യയുടെ ടെക്നോളജി പരമായ സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റഷ്യ പിണക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ചൈനയ്ക്ക് ഇന്ന് കഴിയില്ല. അതുകൊണ്ട് ഷീ ജിൻപിങ് ആഗ്രഹിച്ചാലും ട്രംപുമായിട്ടൊരു മോദി ട്രംപ് ഒരു കെമിസ്ട്രി റിലേഷൻ ബിൽഡ് ചെയ്യുക എളുപ്പമല്ല. മാത്രമല്ല ഷീ ജിൻപിങ് അങ്ങനത്തെ ഒരു ക്യാരക്ടറുമല്ല. മോദിയെ സംബന്ധിച്ചിടത്തോളം മോദി എല്ലാവരിടത്തും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. രാജ്യങ്ങൾക്കിടയിൽ മോദിക്കുള്ള സ്വീകാര്യത അതാണ്. മാത്രമല്ല പ്രസിഡന്റ് ട്രംപിന് ഒരു പരിധി വിട്ട് ചൈനയോട് അടുക്കാൻ കഴിയില്ല. കാരണം പ്രതിപക്ഷം ട്രംപിനെ രാജ്യത്തിനകത്ത് പ്രതിരോധത്തിലാക്കും. അവിടെ അമേരിക്കയുടെ ഒരു കംഫർട്ടബിൾ പാർട്ണറായിട്ട് ഇന്ത്യ മാറുകയാണ്, നാച്ചുറൽ പാർട്ണറായിട്ട് മാറുകയാണ്. അവരുടെ മുമ്പിൽ വേറെ സൊല്യൂഷൻ ഇല്ല. ലോകത്തെ പ്രധാന 4 ശക്തികൾ എടുത്താൽ അമേരിക്കയും ചൈനയും റഷ്യയും കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ തന്നെയാണ്. അപ്പോൾ റഷ്യയുമായിട്ടും അല്ലെങ്കിൽ ചൈനയുമായിട്ടും ട്രംപ് ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻ ഉണ്ടാവില്ല എന്ന് വ്യക്തമായതോടെ വീണ്ടും ഇന്ത്യയുമായിട്ട് അടുക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൈനയിൽ നിന്ന് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിയാതെ വന്നതോടെ ഏഷ്യയിൽ തങ്ങളുടെ ഏറ്റവും വിശ്വസ്തരും ശക്തരുമായ പങ്കാളിയായ ഇന്ത്യയുമായിട്ട് അടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് എന്ത് ആവശ്യം വന്നാലും അമേരിക്ക 100% ഒപ്പം ഉണ്ടാകും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളും പുകഴ്ത്തലുകളും ഒക്കെ ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.